ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക് ബേസൽ 3 ഒന്ന് നോക്കാം. അങ്ങനെ ബേസൽ 2 നമ്മൾ എന്ത് ചെയ്ത് 2004 ഇൻട്രൊഡ്യൂസ് ചെയ്ത് മുന്നോട്ട് വന്ന് 2006 കാലയളവിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് 2007, 8, 9 കാലയളവിൽ ലോകത്തിൽ അമേരിക്കയിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ എന്തുണ്ടാവുന്നത്, ഈ പറഞ്ഞ പോലെ ബാങ്കിങ് സെക്ടറൊക്കെ തകർന്ന് തരിപ്പണാവുന്നത്. എല്ലാവർക്കും വാരിക്കോരി എന്ത് ചെയ്യുക, ഹൗസിംഗ് ലോണായി കൊടുക്കുക, അങ്ങനെ എക്കോണമിയിൽ ഭയങ്കര വലിയ രീതിയിൽ എന്ത് ചെയ്യുക, ഇൻഫ്ലേഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ വീടും പറമ്പും ഇതൊക്കെ വന്നപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഇതിൻ്റെയൊക്കെ ഹൗസുകളുടെയൊക്കെ വാല്യൂ ഒക്കെ വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഇവർ സെക്യൂരിറ്റി വെച്ചിരുന്ന സെക്യൂരിറ്റിയുടെ വാല്യൂ ഒക്കെ കുറഞ്ഞപ്പോൾ ലോൺ റിക്കവർ ചെയ്യാൻ പറ്റാത്തൊക്കെ അവസ്ഥയായി, ഫുൾ എമൗണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്തു ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ വന്നപ്പോൾ ഇന്റർനാഷണലി നമുക്ക് എന്ത് ചെയ്തു, വലിയൊരു ക്രൈസിസ് എന്ത് ചെയ്തു 2007, 8, 9 കാലയളവിൽ വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെയുള്ള ബേസൽ ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും അതൊന്നും വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ ബാങ്കിങ് സെക്ടറിലെ റിസ്കുകളെ മാനേജ് ചെയ്യാനായിട്ട് ഇതുവരെയായിട്ട് ബേസലിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നിലവിലുള്ള ബേസൽ 2 എന്തായി, ഫെയിലിയർ പോലെ, അതായത് നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, അതിനുള്ളൊരു ലെവലിലോട്ട് എത്തിയിട്ടില്ല എന്ന് അവർക്ക് തോന്നിയപ്പോൾ വീണ്ടും അവർ ബേസൽ 2 എന്ത് ചെയ്യാണ്, വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാണ്. ഏതിൻ്റെ എഫക്റ്റിൽ, 2007, 8, 9 ആ ഒരു എക്കണോമിക് ക്രൈസിസിൻ്റെ എഫക്റ്റിലാണ് നമ്മൾ പിന്നീട് വീണ്ടും ഒരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. അങ്ങനെ 2010 ഓക്കെ. സോ 2010 എന്ത് ചെയ്തു, ബേസൽ വീണ്ടും എന്ത് ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യാണ്. ബേസൽ 2 ബേസൽ 3 ആയിട്ട് എന്ത് ചെയ്യാണ്, കൊണ്ടുവരാണ്. സോ അതിൻ്റെ മെയിൻ ഇൻ റെസ്പോൺസ് ടു എന്തായിരുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 2007 to 2009 ആ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് അതിനൊരു റെസ്പോൺസ്, ഓക്കെ, അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ബേസൽ 3 ഫ്രെയിംവർക്ക് എന്നത് അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെങ്തനിങ് ദ റിസൈലൻസ് അഗെയിൻസ്റ്റ് ദ ഫ്യൂച്ചർ ഷോക്സ്. ദാറ്റ് മീൻസ് ഈ ഭാവിയിൽ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ലോസുകൾ, ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യാനും അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുക, ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാവുക. ബാങ്കുകളൊക്കെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് സേഫ് ആയിട്ട് മാറുക, അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ്. സപ്ലിമെന്റ് ദ കറണ്ട് റിക്കവറി പ്രോസസ്സിലൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാം. റെഡ്യൂസിങ് ദ റിസ്ക്. ഓക്കെ, സോ ആ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ പരമാവധി കുറക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റിസ്ക് മാനേജ്, നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത് പഠിക്കുന്നത് നമ്മൾ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അതായത് ബാങ്കിങ് സെക്ടർ ആണോ, ഹൈ റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസ്ക് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ്, ഓക്കെ, ഗ്ലോബൽ എക്കോണമിയിൽ എല്ലാ രാജ്യത്തെ ആൾക്കാരും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇന്റർനാഷണലി ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. കുറച്ചും കൂടെ ഒരു യൂണിഫോമിറ്റി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബേസൽ 3 ഫ്രെയിംവർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞു ബേസൽ 2 ചില പോരായ്മകൾ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ബേസൽ 2 ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവിടെ അതിൻ്റെ കുറച്ച് വീക്ക്നെസ്, ഓക്കെ, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസൽ 2 വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും, റിസ്ക് ലെവലിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കൂടി ബേസൽ 2ൻ്റെ കുറച്ച് വീക്ക്നെസ് ആയിരുന്നു. അത് എന്തിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിക്വിഡിറ്റി റിസ്ക് ആസ് വെൽ സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്കും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റിസ്കിനെയും അധികം പരിഗണിച്ചിട്ടുണ്ടായില്ല ആര്, ബേസൽ 2. അപ്പോൾ അതും ഒരു വലിയൊരു പോരായ്മയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബേസൽ 3 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 2010 നമ്മൾ ബേസൽ 3 കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ക്രെഡിറ്റ് റിസ്ക്, ഓപ്പറേഷൻ റിസ്ക്, മാർക്കറ്റ് റിസ്ക് കൂടാതെ നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി റിസ്ക്കും കൂടി എന്ത് ചെയ്തു, ഈ ഒരു ഗ്ലോബൽ ക്രൈസിസിന് ശേഷം നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി റിസ്ക് എവിടെ ഉണ്ടായിരുന്നില്ല, ബേസൽ 2 ഉണ്ടായിരുന്നില്ല. ബേസൽ 3 പ്രധാനമായിട്ടും ആ ഒരു ലിക്വിഡിറ്റി റിസ്ക്, അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റമാറ്റിക് റിസ്ക് ഒക്കെ കൂടുതൽ എന്ത് ചെയ്ത് കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഇനി അതിൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ വെച്ചാൽ എൻഹാൻസ്ഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സും റിവിഷൻ ഓഫ് ക്രെഡിറ്റ് റിസ്ക് വെയിറ്റുകളിലൊക്കെ എന്ത് ചെയ്ത് കുറച്ച് മാറ്റങ്ങൾ, ആ പെർസെൻറ്റേജിലൊക്കെ കുറച്ച് റിവിഷൻസ് വരുത്തി. എൻഹാൻസ്ഡ് മാർക്കറ്റ് റിസ്ക് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് റിസ്കിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറച്ച് എന്ത് എൻഹാൻസ് ചെയ്തു. ഇനി കുറച്ച് ഗ്ലോബൽ ലിക്വിഡിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സൗണ്ട് കോമ്പൻസേഷൻ പ്രാക്ടീസസും. ഇനി അടുത്ത ലിവറേജ് റേഷ്യോ. ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിവറേജ് റേഷ്യോ നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ ഫണ്ടിങ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതായത് ലോൺ കൊടുക്കാനായിട്ട്, ലോൺ കൊടുക്കുന്നുണ്ട് ബാങ്ക് അല്ലേ. അപ്പോൾ ലോൺ കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഈ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെ റേസ് ചെയ്യാം, ഇക്വിറ്റി ക്യാപിറ്റലും അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിനിമം ലോൺ കൊടുക്കുന്ന അസറ്റുകൾ കുറച്ച് എമൗണ്ട്, ഒരു മിനിമം എവിടെ നിന്ന് കൊടുക്കണം, ഇക്വിറ്റി ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കണം.
അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പുറത്ത് റിസ്ക് ഉള്ള ഒരുപാട് അസറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമ്മൾ കുറേ ലോൺ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള റിസ്ക് ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ സ്വന്തം പൈസ എന്ത് ചെയ്യണം ഉണ്ടാവണം, എന്നാലേ നമുക്കൊരു സഡൻ ലോസ് അൺഎക്സ്പെക്റ്റഡ് ലോസ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ സ്വന്തം കയ്യിലെ ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് മറ്റേ ലോൺ എടുത്ത പൈസ 100% നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യണമെങ്കിൽ ഈ നമ്മുടെ ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, കുറച്ച് വേണം. അതുകൊണ്ട് ലിവറേജ് റേഷ്യോയുടെ കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെർസെൻറ്റേജ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് എന്ത് ചെയ്യുക വരാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ഓൺലി ആണ്. നമുക്ക് മെയിനായിട്ട് ഈ പറഞ്ഞ ബേസിൽ 3 വന്ന ചേഞ്ചസ് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റത്തെ ചേഞ്ചസ് വെച്ചാൽ നമ്മൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോയിൽ വലിയൊരു അപ്ഡേഷൻ എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ്. സോ മുമ്പ് പറഞ്ഞ പോലെ തന്നെയുള്ള എമൗണ്ട് ഒക്കെ തന്നെ, ദാറ്റ് ഈസ് നിങ്ങൾ Tier 1 പ്ലസ് Tier 2 ക്യാപിറ്റലായിട്ട് എത്ര 8% വേണം. ഓക്കെ, സോ Tier 1 പ്ലസ് Tier 2 ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോയിൽ ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നോർമലി എത്രയായിരുന്നു, 8% ആയിരുന്നു അല്ലേ. നമ്മൾ ബേസിൽ 1 and 2 നമ്മൾ 8% ആണ് പഠിച്ചത്. സോ ബേസിൽ 3 വന്നപ്പോൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 10.5% ആണ്. എങ്ങനെയാണ്, 10.5% ആണ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. പക്ഷെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 10.5% വരുന്നത് ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ 8% പകരം 10 അങ്ങനെയല്ല, മുമ്പ് പറഞ്ഞ 8% തന്നെ അവിടെ നിലനിർത്തുന്നുണ്ട്. Tier 1 പ്ലസ് Tier 2 ക്യാപിറ്റൽ ടോട്ടൽ എത്ര വേണം, 8%. കൂടാതെ ഈ 10.5 തന്നെ അഡീഷണലി ഒരു ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ എന്ന് പറയുന്നത്, ഓക്കെ, ഒരു അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ഒരു 2.5% കൂടി വേണം. ഓക്കെ, അപ്പോൾ 2.5% അഡീഷണൽ. അപ്പോൾ മുമ്പുണ്ടായിരുന്ന 8% അത് Tier 1 പ്ലസ് Tier 2 ക്യാപിറ്റൽ അത് 8% തന്നെയാണ്. പ്ലസ് അഡീഷണലി 2.5% ദാറ്റ് ഈസ് ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ CCB എന്ന് പറയും. അത് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി വേറൊരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഈ Tier 1 ആൻഡ് Tier 2 അകത്ത് 8% അല്ലേ. അതിനകത്ത് മുമ്പ് എങ്ങനെയായിരുന്നു, Tier 1 എത്ര പെർസെൻറ്റേജ് ആണ്, ദാറ്റ് ഈസ് നമുക്ക് പകുതി മതിയായിരുന്നു അല്ലേ, 4% അല്ലേ. ഇവിടെ അങ്ങനെയല്ല, Tier 1 ക്യാപിറ്റൽ എത്രയാണ്, 6% വേണം. Tier 1 ക്യാപിറ്റൽ എത്ര വേണം, 6% വേണം. ആ Tier 1 ക്യാപിറ്റൽ 6%ന്റെ 4.5% എന്ത് വേണം, കോമൺ ഇക്വിറ്റി വേണം. ഓക്കെ, ശ്രദ്ധിക്കുക, ചെറിയ അപ്ഡേഷൻസ് കറക്റ്റായിട്ടൊന്ന് പഠിച്ചു നോക്കുക. നമ്മളുടെ ബേസിൽ 1 ബേസിൽ 2 വരെ നമ്മൾ എന്താ പറഞ്ഞത്, 8% വേണം. അതിൻ്റെ പകുതി Tier 1 ക്യാപിറ്റൽ വേണം, ദാറ്റ് ഈസ് 4%. അതിൻ്റെ പകുതി കോമൺ ഇക്വിറ്റി വേണം. ഓക്കെ, ഫ്ലോ എങ്ങനെയാണ്, ടോട്ടൽ 8%, അതിൻ്റെ പകുതി 4% Tier 1 ക്യാപിറ്റൽ, അതിൻ്റെ പകുതി 2%, അതായത് ടോട്ടൽ 8ൻ്റെ അകത്ത് മിനിമം 4 Tier 1 വേണം. ഇനി Tier 1 അകത്ത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ലോങ് ടൈം ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഈ Tier 1 അകത്ത് 4% Tier 1 അകത്ത് കോമൺ ഇക്വിറ്റി, ദാറ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് കോമൺ ഇക്വിറ്റി എത്ര വേണം, 2% വേണമായിരുന്നു. ഓക്കെ, സോ ബേസിൽ 2 വരെ. ഇനി നമ്മൾ ബേസിൽ 3 വന്നപ്പോൾ നമ്മൾ പറയാണ് ടോട്ടൽ 8% തന്നെ. ആ 8% 10.5 ഉണ്ട്, ഇൻക്ലൂഡിങ് ചെയ്ത് ബഫർ അടക്കം, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാം Tier 1 പ്ലസ് Tier 2 8% വേണം. അതിൽ Tier 1 എത്ര വേണം, 6% വേണം. അതിൻ്റെ അകത്ത് കോമൺ ഇക്വിറ്റി എത്ര വേണം, 4.5% വേണം. ഓക്കെ, യെസ്. ഇനി അപ്പോൾ Tier 1 പ്ലസ് Tier 2 8%, Tier 1 6% വേണം. അതിൽ കോമൺ ഇക്വിറ്റി 4.5% വേണം. ഇനി ബാക്കി 8% എത്താൻ ബാലൻസ് എന്ത് ചെയ്യാം, Tier 2 ക്യാപിറ്റൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി കൂടാതെ ബഫറായിട്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ കൺസർവേഷൻ ബഫറായിട്ട് എത്ര വേണം, 2.5% ബഫർ ക്യാപിറ്റൽ നമുക്ക് വേണം. ഇനി കൂടാതെ ഹൈ ലെവൽ ഓഫ് ലോൺ കൊടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ആക്റ്റീവായിട്ട് ലോൺ കൊടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ എന്ന് പറഞ്ഞിട്ട് അത് ഓപ്ഷണലാണ്, ആർക്കും നിർബന്ധമൊന്നുമല്ല. അതുകൊണ്ടാണ് 0 to 2.5 എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഡിപ്പെൻഡ്സ് ഓരോ ബാങ്കിൻ്റെ അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് ക്വാളിറ്റിക്ക് അനുസരിച്ച് ചിലർക്ക് എന്ത് ചെയ്യേണ്ട, ഈ ഒരു കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാക്സിമം 2.5 വരെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ആണ് കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അപ്പോൾ ഈ ഒരു 10.5 ഇതൊന്നും കൂടാതെ അഡീഷണൽ വരുന്ന കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫറാണ് 0 to 2.5% ഓപ്ഷണലാണ്. കൂടാതെ ഗ്ലോബലി സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്, ദാറ്റ് മീൻസ് നമ്മൾ ഒരു രാജ്യത്ത് മാത്രമല്ല ഗ്ലോബൽ ഓപ്പറേഷൻസ് ഉള്ള ഒരുപാട് രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ബാങ്കുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ HSBC എന്നൊക്കെ പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ബാങ്കുകളൊക്കെ ആണെങ്കിൽ അവരെന്താണ് എക്സ്ട്രാ ക്യാപിറ്റൽ ബഫറായിട്ട് ഒരു 1% to 3.5%. ഓക്കെ, അതിന് ഗ്ലോബലി സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള ബാങ്കുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയ്ക്കൊന്നും നമുക്ക് പഠിക്കാം, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഡിസ്കസ്
ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു നോളജ് പർപ്പസ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8 നിന്ന് 10.5% ആയി. അതിൽ 2.5% ക്യാപിറ്റൽ ബഫറാണ്, ക്യാപിറ്റൽ കൺസർവേഷൻ ബഫറാണ് 2.5. ബാലൻസ് 8%, Tier 1 ക്യാപിറ്റൽ 6%, ദെൻ അതിൻ്റെ അകത്ത് 4.5% കോമൺ ഇക്വിറ്റിയും വേണം. പിന്നെ ബാലൻസ് Tier 2 ആയിരിക്കാം. ദെൻ ഇപ്പുറത്ത് നമ്മളുടെ ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ എന്ന് പറയുന്നത് 2.5%, അതും കോമൺ ഇക്വിറ്റിയുടെ രൂപത്തിൽ ആയിരിക്കണം 2.5%. ഓക്കെ, ഇതാണ് നമ്മളുടെ ഏതിൽ വന്ന മാറ്റങ്ങൾ, ബേസിൽ 3 വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ തിരിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇതിലോട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരെ വെച്ച് നിർത്തിയത് ഇവിടെ പറഞ്ഞു ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ. ഇനി അപ്പോൾ ക്യാപിറ്റൽ റേഷ്യോ തിരിച്ച് നമ്മൾ കോമൺ ഇക്വിറ്റി മിനിമം എത്ര വേണം, 4.5% വേണം. ഇപ്പോൾ പറഞ്ഞോളൂ അല്ലേ. സോ കോമൺ ഇക്വിറ്റി ബേസിൽ 3യുടെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ആണ്. കോമൺ ഇക്വിറ്റി നമ്മൾ 4.5% വേണം. ഇനി ലിവറേജ് റേഷ്യോ, ഓക്കെ, ലിവറേജ് റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3%. എന്താണ് ലിവറേജ് റേഷ്യോ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡെപ്റ്റ് ഫണ്ട് എടുക്കാം. ഡെപ്റ്റ് ഫണ്ട് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, ജനങ്ങളെ കയ്യിൽ നിന്നൊക്കെ ഡെപ്പോസിറ്റ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ലോൺ കൊടുക്കുന്നത്. പക്ഷേ അതിനൊരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടോട്ടൽ റിസ്ക് വെയ്റ്റ് അസറ്റിന് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സിൻ്റെ ബാങ്ക് ടോട്ടൽ ലോൺ കൊടുത്തിട്ട് 3% എന്തുണ്ടായിരിക്കണം, Tier 1 ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതാണ് ലിവറേജ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലിവറേജ് റേഷ്യോ മീൻസ് Tier 1 ക്യാപിറ്റൽ പ്ലസ് ബാങ്കിൻ്റെ ടോട്ടൽ അസറ്റ്സ് ഈക്വൽ ടു 3% ഓർ മോർ ആയിരിക്കണം. മിനിമം 3% അതിന് കൂടുതലും എന്തുണ്ടായിരിക്കണം, ലിവറേജ് റേഷ്യോ ഉണ്ടായിരിക്കണം. എന്താണ് ലിവറേജ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ Tier 1 ക്യാപിറ്റൽ ഡിവൈഡ് ബൈ എന്ത്, ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ, റിസ്ക് വെയ്റ്റഡ് അസറ്റ് അല്ല, ബാങ്കിൻ്റെ ടോട്ടൽ അസറ്റ്. ഓക്കെ, അത് ടോട്ടൽ ലോൺ കൊടുത്ത എമൗണ്ട് ഇല്ലേ, ടോട്ടൽ ലോൺ കൊടുത്ത ഫണ്ട്. ഓക്കെ, പല രീതിയിലുള്ള ലോണുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് അസറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ടോട്ടൽ ഉണ്ടല്ലോ, അതിൻ്റെ 3% ഏത് ഫണ്ടിൽ നിന്നായിരിക്കണം, Tier 1 ഫണ്ടിൽ നിന്ന് ആയിരിക്കണം, മിനിമം 3%. ഓക്കെ, അതാണ് ലിവറേജ് റേഷ്യോ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് 100% എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 100% ഒരു മോർ എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 30 ഡേയ്സിന് നമുക്ക് വരുന്ന ലിക്വിഡിറ്റി ഇഷ്യൂ, നമുക്ക് റീപേയ്മെന്റ് മറ്റു കാര്യപ്പെട്ട ഡെപ്പോസിറ്റ്സ് ഒക്കെ മെച്യൂരിറ്റി വരുന്നതുണ്ടായിരിക്കാം, അടുത്ത 30 ദിവസത്തെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അടുത്ത 30 ഡേയ്സിൻ്റെ നമ്മൾ പേയ്മെന്റ് ചെയ്യാനുള്ള എമൗണ്ടുകൾ. ഓക്കെ, അതാണ് നമ്മൾ ലിക്വിഡിറ്റി അല്ലേ. എന്താണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 30 ദിവസം അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ട് 30 ഡേയ്സ്. ഓക്കെ, സോ 30 ഡേയ്സിലോട്ട് ആവശ്യമായിട്ടുള്ള അല്ലേ, നമ്മളെപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടി അടുത്തൊരു 10 ദിവസത്തേക്കുള്ള ചിലവാക്കാനുള്ള പൈസ ഒക്കെ നമ്മൾ എടുത്തു വെക്കുന്നൊക്കെ. അതുപോലെ നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യണം, അടുത്തൊരു 30 ദിവസത്തേക്ക് ചിലവാക്കാനുള്ള എമൗണ്ട് കയ്യിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, സേഫ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 100% ഫോർ 30 ഡേയ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫുള്ളായിട്ട് ബാങ്കിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ ബേസിൽ 3 വന്ന അപ്ഡേഷൻസ് കമ്പയർഡ് ടു ബേസിൽ 2. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. ഇവിടെ Tier 1 ക്യാപിറ്റൽ 7% എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ഈ 7% Tier 1 അല്ലെങ്കിൽ കോമൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4.5%, പിന്നെ ഇവിടെ ഒരു 2.5%. ഓക്കെ, അപ്പോൾ ഈ ഒരു 4.5 പ്ലസ് 2.5 ആണ് നമുക്ക് എന്ത് വരുന്നത്, 7% അകത്ത് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് വായിച്ച് വിട്ടേക്കാം. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിൽ 3 പഠിക്കാനുള്ളത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ചില അപ്ഡേഷൻസ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ബേസിൽ 3 കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. സോ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്.